ഫ്രണ്ട്സ്, ഒരു ദിവസം രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു കടത്തു വഞ്ചി വാങ്ങി. അപ്പോൾ രണ്ടുപേരും ഷെയർ ഇട്ടിട്ടാണ് ആ വഞ്ചി വാങ്ങിച്ചത്. ലാഭം നഷ്ടം ഇത് രണ്ടുപേരും പകുതി കരാറിലാണ് ഇവർ രണ്ടുപേരും വഞ്ചി വാങ്ങിച്ചത്. ഇവര് വഞ്ചിയുമായിട്ട് പുഴയിൽ തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരാൾ വന്നിട്ട് ആ തോണി ഓട്ടയിടാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ട അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള്, നിങ്ങൾ എന്തിനാണ് ഓട്ടയിടുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഇത് എന്റെ ഷെയർ ഇട്ട വഞ്ചിയാണ്, അപ്പൊ എനിക്ക് ഇതിൽ തുളയിടാനുള്ള അവകാശമുണ്ട് എന്ന് അയാള് അവരോട് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഥ മാത്രമാണ്, പക്ഷെ നമ്മളുടെ ചുറ്റുപാടും സംഭവിക്കുന്നത് ഇതുപോലെയുള്ള രീതിയിലൊക്കെയാണ്. കാരണം നമ്മള് വീട് കെട്ടുമ്പോ ആദ്യം മതിലുകളാണ് എല്ലായിടത്തും പണിയുന്നത്, വാതിലുകളല്ല. കാരണം നമുക്ക് മതിലുകൾ പണിഞ്ഞാല് ഉള്ളിൽ കയറാൻ പറ്റാത്ത വിധം നമുക്ക് എന്തും വേണമെങ്കിലും ചെയ്യാമെന്നുള്ള അവസ്ഥയിലാണ് നമ്മള് ഒരു മതില് കെട്ടി വീടൊക്കെ വെച്ച് അതിനുള്ളിൽ നമുക്ക് ഇഷ്ടം പോലെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയും അതുപോലെ വലിയ വലിയ ആർഭാടങ്ങൾ കാണിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇത് ഒരു വശം കൂടി കാണുവാണെങ്കിൽ ഇതൊക്കെ സാമൂഹ്യ തിന്മയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ എല്ലാം കണ്ടറിയാനും കേട്ടറിയാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെ ഉണ്ട്. അപ്പോൾ നമ്മളെ മരണശേഷം ഇതൊക്കെ നമ്മുടെ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുക്കളൊക്കെ മറ്റുള്ളവർ സ്വന്തമാക്കും എന്നുള്ള ചിന്ത പോലും നമുക്ക് അപ്പോൾ ഉണ്ടാവുന്നില്ല. പക്ഷെ എന്തായിരുന്നാലും ഇതൊക്കെ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയാണ് നടക്കുന്നത്. നമ്മൾ ആർഭാടമായി കല്യാണം കഴിക്കുകയും ഒരുപാട് ഭക്ഷണങ്ങൾ വേസ്റ്റ് ആക്കുകയും ചെയ്യുമ്പോൾ വേറൊരു തലം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഭക്ഷണം കൂടിയാണ് നമ്മൾ ഈ വേസ്റ്റ് ആക്കുകയും അത് ആരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ കഥ പോലെ അയാൾക്ക് ഇഷ്ടം പോലെ അയാൾ കേടുകൾ വരുത്തുകയും ചെയ്യപ്പോൾ അത് എന്റെ ഇഷ്ടമാണെന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥ, അതേ അവസ്ഥയാണ് ഇപ്പോഴത്തെ നമ്മുടെ ആൾക്കാർക്കുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് പോലെ ഉൾക്കൊള്ളണമെന്നില്ല. ചില ആൾക്കാർ അതിനെ പറ്റിയിട്ട് എന്നെ പറ്റിയിട്ട് ഇവനെന്തൊക്കെയോ പറയുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഇതിൽ ചെറിയൊരു കാര്യമുണ്ട്, നിങ്ങൾ നന്നായി മനസ്സിലാക്കിയാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം.